ശ്രീ സജി നന്ദ്യാട്ട്, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ പല കേസുകളുടെയൊക്കെ ഭാഗമായി ഉന്നയിക്കപ്പെടുന്ന സമയത്ത് ഇതിനൊരു മാഫിയയാണ്. ഇന്നിപ്പോൾ നടൻ സിദ്ദിഖ് പറയുന്നത് മാഫിയ എന്ന് പറയുകയാണ്. അത് മാഫിയ പ്രവർത്തനം എന്താണെന്ന് ഒരു പക്ഷെ അറിയാത്തത് കൊണ്ടായിരിക്കും, അറിയില്ലായിരിക്കും. നമ്മളൊക്കെ മാഫിയ പ്രവർത്തനം ഇങ്ങനെ ഇടപഴകി നോക്കുന്ന ആളുകളല്ലല്ലോ, അല്ലെങ്കിൽ നമ്മളിതൊക്കെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുള്ള വാക്കാണ് ഈ മാഫിയ എന്ന് പറയുന്നത്. കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ മൊഴികളിൽ ഒരു പ്രധാനപ്പെട്ട നടൻ ഇതൊരു മാഫിയ നിയന്ത്രിക്കുന്ന, ഇതൊരു പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന, മാഫിയ പോലെ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകൾ നിയന്ത്രിക്കുന്ന, എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമായി അധപ്പതിച്ചു പോയി എന്ന റിപ്പോർട്ട് മുന്നിൽ വെക്കുകയാണ്. അതിന് ഇതൊന്നും ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നതല്ല കേട്ടോ. ഈ ഞെട്ടി അത്ഭുതപ്പെട്ടു എന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ആധികാരികത കൈവന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സംഭവിക്കുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യത്തോട് ഇത്ര നിഷ്കളങ്കത കാണിക്കുന്നത് അഭിനയമല്ല എന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അല്ല മധു, ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തിപരമാണ്, സംഘടനാപരമല്ല. ഇപ്പൊ അതിനകത്ത് അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞങ്ങളുമായി ബന്ധമുള്ള ഒരു അസോസിയേഷൻസ് അല്ല. ഇപ്പോൾ മലയാള സിനിമയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇത്രമാത്രം ഭീകരമായ അവസ്ഥയാണ് എന്നുള്ളത് സത്യസന്ധമായിട്ട് പറയുകയാണ് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ റിപ്പോർട്ടിൽ വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ റിപ്പോർട്ട് ഓരോ ദിവസം പുറത്ത് വരുമ്പോഴും ഇത്രമാത്രം കാര്യങ്ങൾ. കാരണം നമുക്കറിയാം, ഈ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ 10-40 സ്ഥലങ്ങളിലൊക്കെ ഒരേ സമയം നടക്കുമ്പോൾ ഒരു സിനിമ പോലും പല പല ലൊക്കേഷനിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. ഇവിടെയൊന്നും ഞങ്ങളാരും പോകാറില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ കൺസേൺ അല്ല. കാരണം അതിൻ്റെ പ്രൊഡ്യൂസറുടെ ഉത്തരവാദിത്തമാണല്ലോ, അവരുടെ പണം മുടക്കുന്നതിൻ്റെ ഉത്തരവാദിത്തമാണ് അത് നടക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായി സംവിധായകനും മറ്റ് സാങ്കേതിക പ്രവർത്തനവും അടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ കയ്യിലേക്കാണ് ഇത് പോണത്. അതിൽ നല്ലവരുണ്ടാവും, മോശക്കാരുണ്ടാവുക. അപ്പോൾ തീർച്ചയായും ഞങ്ങൾ പോലും സത്യം പറഞ്ഞാൽ ഇന്ന് പലപ്പോഴും സംസാരിക്കുമ്പോഴും ഞങ്ങളുടെ നേതൃത്വങ്ങളും പലപ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഇത് ഇത്രയും മാത്രം ഗൗരവമായി ഇപ്പോൾ 6-7 വർഷം മുമ്പ് നടന്നതാണ്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞപ്പോൾ 6-7 വർഷമായി. പക്ഷേ ഗുണകരമായ ഒത്തിരി മാറ്റങ്ങൾ 6-7 വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഒരു നേതൃത്വ നിലയിലേക്ക് വരുമ്പോൾ സമയം ഇപ്പോൾ ആയിട്ടുള്ളൂ. ഞങ്ങളാരും ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കുന്നവരല്ല. കാരണം പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ആക്ഷൻ പറയാൻ കാത്തിരിക്കുകയായിരുന്നു, ഞെട്ടാൻ എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. സിനിമാ മേഖലയുമായി നിരന്തരമായി ഇടപെടുന്ന ആളുകളാണ് നിങ്ങൾ. ഇതിലെ ഈ സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ശ്രദ്ധ. സെൻസേഷണലിസമാണ്, റൈറ്റിംഗ് ആണ് ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങൾ എല്ലാത്തിനെയും നമ്മൾ കാര്യക്ഷമമായി അഡ്രസ്സ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതും വിമർശിക്കപ്പെടണം. പക്ഷേ ശരി, ഈ സെക്ഷൽ ഹരാസ്മെന്റ് എന്നുള്ള കാര്യം നമുക്ക് തൽക്കാലത്തേക്ക് ഒരു പോയിന്റിൽ അവിടെ മാറ്റി നിർത്താം. മറ്റു കാര്യങ്ങളോ? മൂത്രമൊഴിക്കാൻ പോകാത്ത അവസ്ഥ വരെ സെറ്റിലുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് എന്നൊരു സാഹചര്യം, അതിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ ഉത്തരവാദി അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയല്ലേ, അല്ലെങ്കിൽ നിർമ്മാതാവല്ലേ? അപ്പോൾ അതുപോലും നിങ്ങൾ ആരും അറിയുന്നില്ല എന്നുള്ളത്. ഇന്നിപ്പോൾ നടൻ സിദ്ദിഖ് പറയുന്നു അദ്ദേഹത്തിന് മെയിൻ സ്ട്രീം സിനിമകളിൽ മാത്രം അഭിനയിക്കേണ്ടി വന്നിട്ടുള്ളതുകൊണ്ട് ഇതൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ നടി ജോമോൾ പറയുന്നത് എൻ്റെ വാതിൽ ആരും മുട്ടിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിത് അറിയേണ്ടി വന്നിട്ടില്ല. അങ്ങ് പറയുന്നു അങ്ങേക്ക് ഇങ്ങനെ ഒരു സിനിമാ മേഖല, ഞാൻ ഇത്രയും കാലവും ഇടപെടുന്ന ഒരു സിനിമാ മേഖലയിൽ ഇതൊക്കെ ഉണ്ടോ എന്നറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് നിങ്ങൾ എന്നുള്ളത്. ഞങ്ങളൊക്കെ പോലും കേൾക്കുന്ന സിനിമാ മേഖലയുമായി ഡയറക്റ്റായി ഒരു ബന്ധവും ചില അപൂർവം സൗഹൃദങ്ങൾക്കപ്പുറത്തില്ലാത്ത ഞങ്ങൾ പോലും നിരന്തരം കേൾക്കുന്ന ഒരു കാര്യവും നിങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഇന്ന് നടൻ സിദ്ദിഖ് ചോദിക്കുന്നു, അങ്ങ് വ്യക്തിപരമായ കാര്യമാണ് പറയുന്നത്, സംഘടനയുടെ കാര്യമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് സിദ്ദിഖ് പറഞ്ഞതിൽ അങ്ങേക്ക് കമന്റ് ചെയ്യാമല്ലോ. നടൻ സിദ്ദിഖ് ഇന്ന് പറയുന്നു, ഇതിൽ ഞങ്ങളുടെ അംഗങ്ങളല്ലേ ഇരയായിട്ടുള്ളത്, അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ശുപാർശകൾ ഇതിലൊക്കെ ഞങ്ങൾ സന്തോഷിക്കുകയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഈ അമ്മയുടെ മക്കളാണ് ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഇവരൊക്കെ ആർക്കും ഒരു കംപ്ലൈന്റ് പോയി പറയാൻ കഴിയാത്തത്ര പേടിക്കേണ്ട സ്ഥലമാണോ ഈ പറയുന്ന ക്ലബ്ബുകളൊക്കെ? അല്ല, അതിനകത്ത് മാധുവിനകത്ത് അമ്മയുടെ അംഗത്വമുള്ളവരാണോ എന്ന് എനിക്കറിയില്ല. കാരണം WCC ഉണ്ട്, അവർ നമ്മുടെ ഭാഗമാണ്. മറിച്ച് ഈ 64 പേരോ മറ്റുണ്ട്, അതിലെല്ലാവരും ആർട്ടിസ്റ്റുകളാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചോളം 100-600-700 പേരൊക്കെ വേണ്ട ഒരു സാഹചര്യത്തിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. നിങ്ങൾക്കറിയാം, നമുക്കൊരു പ്രദേശത്ത് ഒരു സമരം നടത്തുന്ന കാര്യത്തിലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഷോട്ട് എടുക്കുന്ന സമയത്ത് 100-600-700 പേരൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതിപ്പോൾ ആർക്കും പൂർണ്ണമായി പരിഹരിക്കാനോ പൂർണ്ണമായി സാറ്റിസ്ഫൈ ചെയ്യാനോ പറ്റത്തില്ല. കാരണം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പാവങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അതൊന്നും നമ്മളൊന്നും കാണാതെ പോകുന്നില്ല, അതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കില്ല. പക്ഷേ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് മാധു, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എത്രമാത്രം നമ്മൾ അവരെ ഇപ്പം മൂത്രപ്പുരയുടെ കാര്യം പറയുമ്പോഴും
ഇപ്പോൾ ഞങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പല വീടുകളിൽ ചെന്ന് പറയും, കുറച്ച് വീടുകളിലേക്കൊക്കെ ചെന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും. നമ്മളൊരു ഒരേ ലൊക്കേഷൻ തന്നെ അല്ലല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു സിനിമയ്ക്ക് എത്രയോ ലൊക്കേഷൻസ് മാറും. അപ്പോൾ സമരം നടത്തുന്നു, പോലീസ് ചാർജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പാവങ്ങൾ വെയിലത്തേക്കുന്നതൊക്കെ ശരിയാ. പക്ഷേ നമ്മളത് വേറൊരു മാർഗവും നമുക്കതില്ല. നമ്മളതിനകത്ത് ചില പരിമിതികൾ നമുക്കുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അവർക്ക് ഈ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്ഥലത്തേക്ക് ഒരു 600 പേരുള്ള ഒരു ഷൂട്ട് നടക്കുന്നു. നമുക്ക് 600 പേർക്ക് ഒരു ബാത്റൂം ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഒരു ദിവസമൊക്കെ ആയിരിക്കും. നാട്ടിൽ ഈ ടോയ്ലറ്റ്സ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ശ്രീമതി ഗായത്രി ഭാഷയ്ക്ക് അങ്ങയോട് എന്ത് ചോദിക്കാനുണ്ട്? ശ്രീമതി ഗായത്രി ഭാഷ, ഞാൻ അത് തന്നെയാണ് മാധു സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഇപ്പൊ കാലം മാറി കഴിഞ്ഞപ്പോൾ നമ്മള് ഇതിൻ്റെ അകത്ത് രണ്ട് പേരോടുമാണ്, ഇപ്പോൾ സജി നന്ദിയേട്ടനോട് മാത്രമല്ല മാധുവിനോടും നമ്മൾ ഒരു ചർച്ചയുടെ, അതും ഇതുപോലെയുള്ള ഒരു മാധ്യമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് കാലികമായിട്ട് ഏറ്റവും പ്രസക്തമായ വിഷയത്തിൽ ഇതുപോലെ ചർച്ച ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ചുറ്റിലും നിന്ന് ഈ സമയം കളയുന്നതിൻ്റെ അകത്ത് യാതൊരു അർത്ഥവുമില്ല. എവിടെ വേണമെങ്കിലും ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ളവർ ഈ ടോയ്ലറ്റ് വരെ വെൽക്കാൻ പറ്റുന്ന സാങ്കേതിക സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ അകത്തൊന്നും പ്രസക്തിയില്ല. അതൊക്കെ സ്വയം അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിമാറി പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് നേരത്തെ ഇവിടെ ഹരീഷ് വാസുദേവൻ സാർ ഉൾപ്പെടെയുള്ള വക്കീൽ, നമ്മുടെ അഡ്വക്കേറ്റ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു, എന്താ പറയുക, വകുപ്പ് മന്ത്രി പോലും അല്ലാത്ത ഒരാൾ വന്നിട്ട് ഇത്തരം കമൻറ്റ് പറയുക എന്നുള്ളത്. വ്യവസായ നിയമ വകുപ്പ് മന്ത്രിയാണ് സഖാവ് അല്ലെങ്കിൽ ശ്രീ പി രാജീവ് കേരളത്തിൽ. അപ്പോൾ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി സിനിമയെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നത്തിനകത്ത് അഭിപ്രായം പറയുന്നതിന് ആധികാരികമായി ഒരു അഡ്വക്കേറ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ കാണിക്കുന്ന അസഹിഷ്ണുത എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ യഥാർത്ഥത്തിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള അസഹിഷ്ണുത തന്നെയാണ്. കേരളത്തിലെ സിനിമ അല്ലെങ്കിൽ ലോകത്തിലെ എവിടെയും സിനിമ വ്യവസായമാണെന്ന് അംഗീകരിച്ചാൽ മാത്രമാണ് വ്യാവസായികമായി ആ മേഖലയ്ക്ക് ഉണ്ടാവുന്ന കെട്ടുപാടുകളിലേക്കും ചട്ടങ്ങളിലേക്കും ചിട്ടകളിലേക്കും തൊഴിൽ സംരക്ഷണത്തിലേക്കും തൊഴിൽ നിയമങ്ങളിലേക്കും ഒക്കെ നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അദ്ദേഹം കമന്റ് ചെയ്തത് ഈ പറയുന്ന സിനിമയുടെ നവീകരണവുമായി ബന്ധപ്പെട്ടോ അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ വിവരാവകാശ മേഖല പ്രവർത്തിക്കുന്നത് സാംസ്കാരിക വകുപ്പിന് കീഴെയാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ശ്രീ ഹരീഷ് വാസുദേവൻ ചോദ്യം ഉന്നയിച്ചത്. ഉത്തരവാദിത്തപ്പെട്ട അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരായാലും ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ട് സജീവമായ ഒരു ചർച്ചയിലേക്ക് വരട്ടെ. യഥാർത്ഥ കാരണങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും നമ്മൾ കടക്കുക എന്നുള്ളിടത്തൊക്കെ ഉണ്ടാവണം. സിനിമയുടെയൊക്കെ അക്കൗണ്ടബിലിറ്റി 4.5 വർഷത്തിന് ശേഷമാണ് നമ്മളത് എടുക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ വരാം.